രാഹുൽ ഈശ്വറിലേക്ക് വരും മുമ്പ് ഇന്ന് കോഴിക്കോട് ഒരു പരിപാടിയിൽ വന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി പ്രസംഗിച്ച ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. നിങ്ങൾ എല്ലാത്തിനെയും നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യാണല്ലോ ഇപ്പോ. ഞാനെത്താം ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ ആർ വി ബാബു ഒന്ന് കാണിക്കാവോ? Bharat Mata ki. This side is again weak. What's the problem, boss? Any problem? Last attempt. Bharat Mata ki. The lady in yellow can stand up. Yeah. Don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Or is this? Why this attitude? Bharat Mata ki. This woman is still standing like this. I think you can leave the house. രാഹുൽ ഈശ്വർ, അതായത് മീനാക്ഷി ലേഖി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ബി ജെ പി നേതാവ് ഏറ്റുവിളിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എല്ലാവരും ഏറ്റുവിളിക്കണം. ഏറ്റുവിളിച്ചാൽ മതിയാവും. ഏറ്റുവിളിക്കാത്ത ഒരാളുടെ ദേശഭക്തി നമ്മുടെ കേന്ദ്രമന്ത്രി അവിടെ ഒന്ന് ചോദ്യം ചെയ്യും. അവർക്ക് വേണമെങ്കിൽ പുറത്തു പോകാം. ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും. ചേട്ടാ, ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ഏറ്റുപറഞ്ഞ് രാഷ്ട്രക്കുഴ അളക്കാൻ കേന്ദ്രമന്ത്രി ആരാണ് സാർ? അവർ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ ഒരു പൗര മാത്രമാണ്. ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ പൗര അവിടെ ഇല്ല. പോട്ടെ, ഞാനെത്താം ഒറ്റ മിനിറ്റ് ഞാനെത്താം. രാഹുൽ, ഇവിടെ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ സുപ്രീം കോടതിയിലേക്ക് പോവുകയും എഴുന്നേറ്റ് നിന്നാൽ മതി, ദേശീയഗാനം ആലപിക്കേണ്ടതില്ല, നിങ്ങളുടെ വിശ്വാസം പരിഗണിച്ച് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുള്ള നാടാണ്. പോട്ടെ, ഇതാ ഇവിടെ ഒരു വർഗീയ വക്കീൽ, ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ, ഭാരതത്തിൽ ഒരുപാട് പേരുടെ ഹീറോ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് 150 ഷെയറുകളിലേക്ക് പോകുന്നു. അതിന് താഴെ വന്ന് ഈ മഹാൻ ആജീവനാന്ത അംഗത്വം കിട്ടിയതോടെ സുപ്രീം കോടതി അഭിഭാഷക അസോസിയേഷന്റെ ഭാഗമായി എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് അവിടെ കിടപ്പുണ്ട്. ആ പോസ്റ്റിന്റെ താഴെ വന്ന് കോഴിക്കോട് NIT-യിലെ എന്താണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ, കോഴിക്കോട് NIT-യിലെ ഒരു പ്രൊഫസർ വന്ന് എന്താണ് ഗോഡ്സെ രാജ്യത്തെ രക്ഷപ്പെടുത്തിയതിന് ഗോഡ്സെ നന്ദി എന്നിടുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അതിനെക്കുറിച്ച് കാര്യമായ വിമർശനം ഉണ്ടാവാതിരിക്കുന്നു, കാര്യമായ പ്രതിഷേധം ഇവിടെ എന്ന് പറഞ്ഞാൽ ഗാന്ധി ഘാതകന്റെ ആരാധക കൂട്ടം ഫേസ്ബുക്കിൽ വിളയാടുകയാണ്. രാഹുൽ ഈശ്വർ, ശരി, 3 കാര്യങ്ങൾ. ഒന്ന്, ഭാരത് മാതാ കി ജയ് എന്നുള്ളതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, നമ്മുടെ രാജ്യത്തുള്ളൊരു മുദ്രാവാക്യമാണ്. 2, അത് മുദ്രാവാക്യം ചൊല്ലിയില്ലെങ്കിൽ ഒരു നഷ്ടവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള മുദ്രാവാക്യം ചൊല്ലാം. ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്നാകാം, ജയ് ഹിന്ദ് എന്നാകാം, ഹെയിൽ ഇന്ത്യ എന്നാകാം, അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് ആകാം. ഭാരത് മാതാ കി ജയ് വിളിച്ചു കൊടുത്ത് അത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയല്ലെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയും പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് ഒരാളുടെ ദേശക്കൂർ അളക്കാൻ ഈ കേന്ദ്രമന്ത്രി ആരാണ്? രാഹുൽ ഈശ്വർ, അവിടെയാണ് കേന്ദ്രമന്ത്രിയുടേതായ സ്ഥാനമുണ്ട്. പക്ഷേ ഭാരത് മാതാ കി ജയ് രാഷ്ട്രീയമല്ല, അത് രാഷ്ട്രത്തിന്റെയാണ് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ മീനാക്ഷി ലേഖി പറയുന്ന കാര്യത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ഭാരത് മാതാ കി ജയോട് നമുക്ക് ദേഷ്യം കാണരുത്. 2, അങ്ങ് വ്യക്തമായി രാഹുൽ, എന്റെ ചോദ്യം അതായിരുന്നില്ല. മീനാക്ഷി ലേഖി ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം അവിടെ മുഴക്കാം. അത് താല്പര്യമുള്ളവർക്ക് അത് ഏറ്റുപറയാം, താല്പര്യമില്ലാത്തവർക്ക് മിണ്ടാതിരിക്കുന്ന ഒരു മഞ്ഞപ്പാനിട്ട ലേഡിയോട് നിങ്ങൾ പുറത്തു പോ എന്ന് പറയാൻ അവഹേളിക്കാൻ കേന്ദ്രമന്ത്രിക്ക് എന്ത് അധികാരം എന്നാണ് എന്റെ ചോദ്യം. ഒരു അധികാരവും ഇല്ല. രാഹുൽ, ഉണ്ടോ? അല്ല, അവിടെയാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ബിജോ ഇമ്മാനുവൽ കേസിൽ ഇതൊരു സെറ്റിൽഡ് പൊസിഷനാണ്. ഏതെങ്കിലും അങ്ങനെ നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് നാഷണൽ ആന്തം പോലും ആണെങ്കിൽ റെസ്പെക്ട്ഫുള്ളി എണീച്ച് നിന്നാൽ മതി, അല്ലാതെ അത് ചൊല്ലണമെന്നില്ല അല്ലെങ്കിൽ പാടണമെന്നില്ല എന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ബിജോ ഇമ്മാനുവൽ കേസിൽ സുപ്രീം കോടതിയുടെ സുചിന്തിതമായ വിധിയുണ്ട്. അപ്പൊ അതാണ് ഫൈനൽ പൊസിഷൻ. അത് ചലഞ്ച് ചെയ്യപ്പെടത്തോളം കാലം അതാണ് ഫൈനൽ പൊസിഷൻ. അതുകൊണ്ട് നമുക്ക് അതിനെ റെസ്പെക്ട് ചെയ്യാം. 2-3 കാര്യങ്ങളും കൂടെ അങ്ങ് നേരത്തെ ചോദിച്ചത്, ഈ അൾട്രാ റൈറ്റ്, അതായത് നമ്മുടെ സമൂഹത്തിൽ അർബൻ നക്സലുകളുണ്ട്, അതേപോലെ അർബൻ നാസികളുമുണ്ട്. അർബൻ നക്സൽ എന്ന് പറഞ്ഞാൽ തീവ്ര ഇടതാണ്, അർബൻ നാസി എന്ന് പറഞ്ഞാൽ തീവ്ര വലതാണ്. ഗോഡ്സെ ആരാധിക്കുന്നവർ, ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യ തീവ്രവാദിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധിയെ, ശ്രീരാമഭക്തനായ പശു സംരക്ഷകനായ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളിൽ ഒന്നാണ്. ഒരു ബ്രാഹ്മണിക്കൽ തീവ്രവാദം എന്ന് പറയുന്ന
രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അവരെ ആര് സപ്പോർട്ട് ചെയ്താലും അവർക്കെതിരെ 295A അല്ലെങ്കിൽ 153A വെച്ച് കേസിടണം. ആ കേസ് തീർച്ചയായും എനിക്ക് തോന്നുന്നു നമ്മുടെ MP രാഘവൻ സാറാണ് കൊടുത്തത്. അത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ അമിത്ഷാ എന്ന് പറയുന്ന നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ 1000 വർഷങ്ങളിൽ ഈ ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ മഹാത്മാഗാന്ധിയാണെന്നാണ്. ഗാന്ധി സങ്കല്പ യാത്രകൾ BJP-ക്കാരെല്ലാം എടുക്കണമെന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ്. ഞാൻ RSSകാരനല്ല, പക്ഷെ മനസ്സിലാക്കുന്നത് RSSന്റെ പ്രാതസ്മരണയിൽ രാഹുൽ ഈശ്വർ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഒരു കമന്റാണ്. സുരേന്ദ്രൻ പറയുകയാണ്, ഗോഡ്സെ ചെയ്തത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ജനതയുടെ തലവര മനോഹരമായി മാറിയേനെ. അതിന് 55 ലവ് ചിഹ്നവും 55 മറ്റേ സാധനവും എന്താണ് ഈ നമ്മുടെ കൈ തംസപ്പ്. രാഹുൽ ഈശ്വർ ഇതൊക്കെ ഉളുപ്പില്ലാതെ വന്ന ഒരു പൊതു ഞാൻ നോക്കി സുരേന്ദ്രൻ നോക്കി, അത് ഫേക്ക് പ്രൊഫൈൽ അല്ല, അദ്ദേഹത്തിന്റെ ഒറിജിനൽ പ്രൊഫൈലാണ്, അത് എല്ലാ ഡീറ്റെയിൽസും ഉള്ള പ്രൊഫൈലാണ്. ഇപ്പോ ഈ പറയുന്ന NIT പ്രൊഫസർ പറയുകയാണ്, ഞാനത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ ഈ കൊടിയ വർഗീയവാദിയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നുണ്ട് രാഹുൽ. അത് വർഗീയവാദി അല്ല, അവിടെയാണ് ഹാഷ്മിക്ക് തെറ്റുന്നത്. ഞങ്ങള് മുസ്ലിം സമൂഹത്തിന് തീവ്രവാദത്തിന്റെ കുത്തകയൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങളുടെ സമൂഹത്തിലും ആവശ്യത്തിലധികം തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദികളാണ് ഇങ്ങനെ പറയുന്നത്. അവരെ വർഗീയവാദി എന്ന് വിളിച്ച് ഡയല്യൂട്ട് ചെയ്യരുത്. അത് എക്സ്ട്രീമിസമാണ്, റാഡിക്കലിസമാണ്, ടെററിസത്തിന്റെ ഭീകരവാദത്തിന്റെ തുടക്കമുള്ള തീവ്രവാദം തന്നെയാണ്. അതുകൊണ്ട് അത്തരക്കാരെ ഏലിയനേറ്റ് ചെയ്യണം. ഇന്നത്തെ വിഷയം കൂടെ ചേർത്തൊരു കാര്യം, ഇന്ത്യയിലെ എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ കുഴിച്ചു നോക്കിയാൽ, ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യൻ പള്ളിയുടെയും താഴെ കുഴിച്ചു നോക്കിയാൽ, ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ക്ഷേത്രത്തിന്റെയും താഴെ കുഴിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ മണ്ണ് ഭാരതത്തിന്റെ സേക്രഡ് സോയിലാണ് ഉണ്ടാകുക. ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തിൽ നിലപാടുകൾ എടുക്കാൻ. അതായത് ഇതിൽ വ്യത്യസ്ത സ്റ്റാൻഡുകളുണ്ട്. അതായത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ 2 എക്സെപ്ഷൻ ആഡ് ചെയ്യണം, കാശി മധുര എന്ന് പറയുന്നവരുണ്ട്. 30,000 എന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സായി ദീപക്കൊക്കെ 40,000 എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ 3 ലക്ഷം അമ്പലങ്ങൾ തകർത്തു എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിന്റെ വലിപ്പം പോലെ ഇങ്ങനെ നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കാന്നല്ലാതെ അതിന് കാര്യമില്ല. പക്ഷെ ചില അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സമുദായങ്ങളും ചരിത്രത്തിൽ തെറ്റ് ചെയ്ത് കാണാം. പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി പറയുന്നത് പോലെ 2000 വർഷത്തോളം നമ്മൾ നമ്മുടെ ദളിതരെയും പിന്നോക്കക്കാരെയും മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. നാളെ അങ്ങനെ ഒരു ദളിതൻ തിരിഞ്ഞു നിന്ന് ബ്രാഹ്മണനായ രാഹുൽ ഈശ്വറിനോട് കഴിഞ്ഞ 2000 വർഷത്തിന് വേണ്ടി ഞാൻ പ്രതികാരം എടുക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കും? അപ്പൊ എവിടെങ്കിലും നമുക്കൊരു സമവായം വേണം, സന്തുലനം വേണം, കൺസെൻസസ് വേണം. എവിടെയെങ്കിലും നമുക്ക് ഒരു പോസിറ്റിവിറ്റി വേണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായി എന്നുകൊണ്ട് പറയുകയാണ്, ശ്രീ നരേന്ദ്രമോദി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ കുറിച്ച് സുപ്രീം കോടതി വീണ്ടും ചോദിച്ചിട്ടും ഒരു നിലപാട് പറയാത്തത് സ്വാഗതാർഹമായ കാര്യമാണ്. മോദി ഗവൺമെന്റിന് നിലപാടില്ലാഞ്ഞിട്ടല്ലോ, എന്തെങ്കിലും ഒരു നിലപാട് കാണും. പക്ഷെ അത് പറഞ്ഞ ഈ സമൂഹത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കേണ്ട, ആ വിഷയം ബാക്ക് ബേണറിലേക്ക് പോട്ടെ, പുറകിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ചാണ് 3 തവണയോളം അശ്വിനി ഉപാധ്യായയുടെ കേസിൽ സുപ്രീം കോടതി നരേന്ദ്രമോദി സർക്കാരിനോട് എന്താണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ നിലപാട് ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ പറയുന്നില്ല. അതിന് സുപ്രീം കോടതി അദ്ദേഹത്തെ അവരുടെ തുഷാർ മേത്തെ ആണെന്ന് തോന്നുന്നു വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഒരു സമവായം വേണം, സന്തുലനം വേണം, മിഡിൽ ഗ്രൗണ്ട് വേണം, കൺസെൻസസ് വേണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ പ്രമോദ് പുഴങ്കരയ്ക്കൊക്കെ പറ്റുന്നത് അദ്ദേഹം ടിപ്പു സുൽത്താനെ കുറിച്ചും മറ്റും പറഞ്ഞു. ശ്രീ പ്രമോദ് പുരങ്കര അറിയണം, ടിപ്പു സുൽത്താനെ കുറിച്ച് ഏറ്റവും നല്ല പഠനം നടത്തിയത് ഒരു RSSകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് KR മൽക്കാനി എന്നാണ്. 3 വരി വായിക്കാൻ അവസരം തരണം. ടിപ്പുവിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ടിപ്പുവിനെ കുറിച്ച് കൂടുതൽ ഇംപ്രസ്ഡ് ആകുന്നു. ടിപ്പു മാത്രമാണ് ഇന്ത്യൻ രാജാക്കന്മാരിൽ ബ്രിട്ടീഷുകാരോട് പടപൊരുതി മരിച്ചത്. ടിപ്പുവിന് മാത്രമായിരുന്നു ഒരു ലോകവീക്ഷണം ഉണ്ടായത്. പരിസ്ഥിതിവാദികളുടെ രാജാവ് കൂടിയായിരുന്നു ടിപ്പു സുൽത്താൻ. KR മൽക്കാനി എന്ന് പറഞ്ഞ ഓർഗനൈസറിന്റെ എഡിറ്ററാണ്, മദർലാൻഡിന്റെ എഡിറ്ററാണ്, പാഞ്ചജന്യയുടെ എഡിറ്ററാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ടിപ്പു സുൽത്താൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് 150 വർഷം പിന്നോട്ട് പോയത്. എന്നിട്ട് അവസാന വരിയിൽ അദ്ദേഹം പറയുന്നു, ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്നാണ് ആ ലൈൻ. അവസാന വരി KR മൽക്കാനി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ടിപ്പു ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ആത്മാഭിമാനം പണയം വെച്ചിരുന്നെങ്കിൽ ടിപ്പുവിന് വീണ്ടും രാജാവായി തുടരാമായിരുന്നു. ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ ഇന്ന് സൈക്കിൾ റിക്ഷ കൽക്കട്ടയിൽ വലിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ. ഇത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ സ്വയം സേവകനായ RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലും ജേർണലിസ്റ്റുമായ KR മൽക്കാനി. ഇന്ന് ഭാരതരത്ന കിട്ടിയ നമ്മുടെ LK അദ്വാനിയാണ് ഈ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യ ഫസ്റ്റ് എന്നാണ് പുസ്തകം. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല പഠനങ്ങളെ സമൂഹത്തിന്റെ മുമ്പിലോട്ട് കൊണ്ടുവരികയും ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കുകയും ചെയ്യല്ലേ നമുക്ക് വേണ്ടത്. സ്പർദ്ധയാണെങ്കിൽ അടികൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന ഒരു വികാരത്തിന്റെ പേരിൽ ഒരുമിച്ച് പോകാനല്ലേ നമ്മൾ നോക്കേണ്ടത്.